ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ്. നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മൊഡ്യൂൾ 1 വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്, ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പം ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലാംഗ്വേജ് എന്താണെന്ന് നോക്കുക. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ലിംഗ്വ എന്നുള്ള വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ലിംഗ്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടങ് എന്നാണ് മീനിങ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ സിമ്പിൾസ്, വേർഡ്സ് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ്. സിമ്പിൾസിലൂടെ, വേർഡ്സിലൂടെ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹ്യൂമൻ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ സ്ട്രക്ചേർഡ് ആണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഹ്യൂമൻ ബീങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സിസ്റ്റം തന്നെ സ്ട്രക്ചേർഡ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇൻ്റർ ഡിപ്പെൻഡൻറ്റും കൂടിയാണ്. ആൻഡ് ഈ ലാംഗ്വേജ് നമ്മൾ സാധാരണ പറയുമ്പോൾ കളക്ഷൻ ഓഫ് വേർഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറമാണ് ലാംഗ്വേജിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ റിലേറ്റഡ് ആവുന്നു, ഈ വേർഡ്സ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, അതിനകത്തുള്ള സൗണ്ട് എന്തൊക്കെയാണ്, സൗണ്ട് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ലാംഗ്വേജിനെ ലാംഗ്വേജാക്കി മാറ്റുന്നത്. ആൻഡ് ഇനി ഗ്രാഫിക് മീഡിയം എന്താണ്, വിഷ്വൽ മീഡിയം എന്താണ്, ടാക്റ്റൈൽ മീഡിയം എന്താണ്? അപ്പോൾ നമ്മുടെ സൗണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആൻഡ് പ്രിന്റിൻ്റെ ഫോമിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രാഫിക് മീഡിയം എന്നാണ് പറയുന്നത്. ഫിസിക്കൽ സൈനിൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ വിഷ്വൽ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നു. ബ്രെയിൽ ഉണ്ടല്ലോ, ബ്രെയിൽ നമ്മൾ ടച്ച് ചെയ്ത് വരുന്നത്, അതായത് ഈ കണ്ണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ബ്രെയിൽ സിസ്റ്റം വെച്ചിട്ടാണ് അവർ ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നത്. സോ അതിനെ ടാക്റ്റൈൽ മീഡിയം എന്ന് പറയുന്നു. ആൻഡ് മേജർ പാർട്ട് ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ വേറെയും രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ലാംഗ്വേജിന്, നൊട്ടേഷനും കാൽക്കുലേഷനും. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് സൊസൈറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. സോ അതിനെ നമുക്ക് കൾച്ചർ സ്പെസിഫിക് എന്ന് പറയാം, അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് യുണീക്കാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഹ്യൂമൻ ബീങ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് നമുക്ക് ജനറ്റിക്കലി നമുക്ക് ഇൻഹെറിറ്റഡ് ആകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ താമസിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിനെ ഒരു ഫസ്റ്റ് 3 ഇയേഴ്സ് നമ്മളൊരു വേറൊരു രാജ്യത്ത് താമസിക്കുകയാണെന്ന് വിചാരിച്ചോ, കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വേർഡ്സൊക്കെ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ലാംഗ്വേജ് അങ്ങനെ അക്വയർ ചെയ്യാനും സാധിക്കും, നമുക്ക് എവിടെയെങ്കിലും താമസിച്ചിട്ട് അക്വയർ ചെയ്യാനും പറ്റും, അല്ലാതെ തന്നെ ജനറ്റിക്കലി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനും എന്ത് പറ്റും, ലാംഗ്വേജിനെ കൊണ്ട് സാധിക്കും. ആൻഡ് പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് ലാംഗ്വേജിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അയാളുടെ ബിഹേവിയർ എന്താണ്, അയാളുടെ ആ ഇൻഡിവിജ്വൽ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അതൊക്കെ വേണമെങ്കിൽ ലാംഗ്വേജിനെ പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഒരു സർക്കംസ്റ്റൻസുമായിട്ട് നമ്മൾ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് അഡാപ്റ്റീവായിട്ട് നിൽക്കുന്നത്, അതൊക്കെ ലാംഗ്വേജ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ മൈൻഡിൻ്റെയും സോഷ്യൽ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, വളരെ വേഴ്സറ്റൈലാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ ലൈക്ക് ലാംഗ്വേജ് നമ്മളിപ്പോൾ മോഡേൺ അതായത് ലിംഗ്വിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ, മോഡേൺ ലിംഗ്വിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പോക്കൺ ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് ബേസിക് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതായത് സ്പീച്ച് എന്ന് പറയുന്നതിനല്ല ഇമ്പോർട്ടൻസ്, റൈറ്റിങ്ങിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ലാംഗ്വേജ്, നമുക്ക് എന്താണ് അത് മാത്രമല്ല ലാംഗ്വേജിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഴുതാനും കൂടിയാണ്. അപ്പോൾ സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ നിന്നോ ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നിന്നോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടേതായിട്ടൊരു കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് റൈറ്റിങ്ങിന് വേണം. അതാണ് സ്പീച്ചും റൈറ്റിങ്ങും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്പോക്കൺ ലാംഗ്വേജ് എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആണ്, റാപ്പിഡായിട്ട് വരുന്നൊരു കാര്യമാണ്. റിട്ടൺ ലാംഗ്വേജ് അങ്ങനെയല്ല, നമ്മുടെ മൈൻഡും കൂടി ഇൻവോൾവ് തോട്ട് പ്രോസസ്സും കൂടി ഇൻവോൾവ് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ റിട്ടൺ ഡോക്യുമെൻറ്റിന് അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഫീഡ്ബാക്ക് നമ്മുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നത്. ആസ് എ റിസൾട്ട് എന്താണ്, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ആ ടെക്സ്റ്റിന് പല ടൈപ്പിലുള്ള മീനിങ്സ് കാണും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മീനിങ് കോംപ്രിഹെൻഡ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നതും റിട്ടൺ ടെക്സ്റ്റിലെ ബേസ് ചെയ്തിട്ട് അങ്ങനെയാണ്. ആൻഡ് മെനി ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സ്പീച്ചിലാണെങ്കിലും. സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, ലിസ്ണറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് ലിമിറ്റഡ് ആയിട്ട് നമുക്ക്, അതായത് കൺഫ്യൂഷൻ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. മെനി ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അതായത് കോണ്ടെക്സ്റ്റ്, ടോൺ, സ്പീക്കറിൻ്റെ സ്പീഡ്, ഇതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ലിസ്ണിംഗ് പ്രോസസ്സിൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ സ്പീക്കർ എന്താണോ പറയുന്നത് ലിസൺ ചെയ്തിരിക്കുക എന്നാണ് ലിസണറിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് കണ്ടീഷൻ സോഷ്യൽ ബിഹേവിയർ. അതായത് ലാംഗ്വേജിലൂടെ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് പോലും നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് എവല്യൂഷണറി ആണ്. ഹ്യൂമൻ ബീങ്സിനെ ആനിമൽസിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്നത് ലാംഗ്വേജ് ആണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇതിനു വേണ്ടിയുള്ളത് മാത്രമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മളാണ് അവരെ ലാംഗ്വേജിനെ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 6 തിയറീസ് ഉണ്ട് ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൗ തിയറിയാണ്. ബൗ തിയറി എന്ന് വെച്ചാൽ നമ്മൾ ലാംഗ്വേജിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ എങ്ങനെയായിരുന്നു സൗണ്ടുകളായിരുന്നു നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ സൗണ്ട്സ് ആയിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതിനെയാണ് ബൗ തിയറി എന്ന് പറയുന്നത്. ഇമിറ്റേഷൻ ഓഫ് നോയ്സസ് അല്ലെങ്കിൽ നാച്ചുറൽ സൗണ്ട്സ്. ഡിങ് ഡോങ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നാച്ചുറൽ സൗണ്ട്സ് വഴി എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് ലാംഗ്വേജിനെ പഠിച്ചത്, നേച്ചറിലുണ്ടാകുന്ന സൗണ്ട്സ് വഴി. അടുത്തത് പൂ തിയറി. തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ വയലൻ്റ് ആയിട്ടുള്ള ഭയങ്കര സൗണ്ടുകൾ ഉണ്ടാക്കി അതായത് ഈ ഇൻ്റർജെക്ഷൻസ് എന്ന് പറയും. നമ്മൾ ഈ എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ സൗണ്ടുകൾ, അലാസ് എന്നൊക്കെ ഉള്ള വാക്ക്, പിന്നെന്താണ് ഹൗ ബ്യൂട്ടിഫുൾ യു ആർ, അതൊക്കെ എന്താണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. അലാസ് എന്നുള്ള വാക്കുണ്ട്, അയ്യോ എന്നുള്ള വാക്കുണ്ട്, ഓ എന്നുള്ള വാക്കുണ്ട്, അല്ലേ, ഔച്ച് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഇൻ്റർജെക്ഷൻസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പഠനമാണ്. അതായത് ലാംഗ്വേജ് അങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ ലാംഗ്വേജ് ഈ വയലൻ്റ് ഔട്ട് ക്രൈസ് വഴി അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻസ് വഴി ഉള്ള തിയറിയാണ് പൂ തിയറി എന്ന് പറയുന്നത്. അടുത്തത് ജസ്റ്റർ തിയറിയാണ്. ജസ്റ്റർ തിയറി എന്ന് വെച്ചാൽ നമ്മുടെ ജോയുടെ മൂവ്മെൻറ്റ്, ലിപ്സിൻ്റെ മൂവ്മെൻറ്റ്, ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ്, ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്, ഐസിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെയാണ് അതിനെയാണ് നമ്മൾ ജസ്റ്റർ തിയറി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൊഹീഹോ തിയറിയാണ്. യൊഹീഹോ തിയറി എന്ന് വെച്ചാൽ നമ്മൾ ഈ ചില സൗണ്ടുകൾ ഉണ്ടാക്കുമല്ലോ. നമുക്കിപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു സൗണ്ട് ഗ്രണ്ട് ചെയ്യുക. നമ്മളിങ്ങനെ വേദന വരുമ്പോൾ നമ്മൾ ഗ്രോൺ ചെയ്യത്തില്ലേ, ഒരുമാതിരി മൂളത്തില്ലേ, ഗ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രോൺസ് അല്ലെങ്കിൽ സ്നോട്ട്സ്, ഇതിനകത്തൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ യൊഹീഹോ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഫിസിക്കൽ ഭയങ്കര പാടുള്ള ജോലിയൊക്കെ നമ്മളിപ്പോൾ ഒരു വെയിറ്റുള്ള സാധനം എടുത്ത് പൊക്കുവാണ്, അപ്പോൾ നമ്മളിങ്ങനെ അയ്യോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതൊക്കെയാണ് യൊഹീഹോ തിയറി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ് സോങ് തിയറിയാണ്. അതായത് ലാംഗ്വേജ് നമ്മളിപ്പോൾ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, കൂവുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുകൾ, നമ്മുടെ ഇമോഷണലായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ടുകൾ, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്ന ഒരു തിയറിയാണ്. ലാംഗ്വേജ് ഇതിൽ നിന്നും വന്നു എന്നുള്ള തിയറിയാണ് സിങ് സോങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ 6 തിയറീസ് ഓഫ് ലാംഗ്വേജ് ആണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ആ ഒരു നേച്ചറിനെ പഠിക്കുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് സിസ്റ്റത്തിലുള്ള എലിമെൻസിനെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെടുക്കും. അത് ആ സിസ്റ്റം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ ലിംഗ്വിസ്റ്റിക്സ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വന്നത്? ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ലിംഗ്വ എന്ന് വെച്ചാൽ ടങ് എന്നാണ്. ഇസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോളജ് അല്ലെങ്കിൽ സയൻസ് എന്നാണ്. അപ്പം സയന്റിഫിക് പ്രോസസ്സാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനെ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കാം. ദെൻ ലിംഗ്വിസ്റ്റിക്സിനെ നമ്മളൊരു സയൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പം എന്തുകൊണ്ടാണ് ലിംഗ്വിസ്റ്റിക്സിനെ ഒരു സയൻസിൻ്റെ ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ലാംഗ്വേജ് അവർ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ടാണ്. അതിനൊരുപാട് ലാംഗ്വേജിനൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനൊരു കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഒരു അനാലിസിസ് ഉണ്ട്, വേരിഫിക്കേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സയന്റിഫിക് പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് ലിംഗ്വിസ്റ്റിക്സിനെ ഒരു സയൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുവാണ്. പിന്നെ ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ, അതായത് നമ്മൾ സംസാരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ബിഹേവിയർ വെച്ചിട്ടാണ് അത് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സയൻസ് ആണ്. ബിക്കോസ് അതിനെ ഒബ്സർവേഷനിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് ലിംഗ്വിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ നമുക്ക് പറ്റുന്നത്. അതുകൊണ്ടാണ് അത് ഒരു സയൻസ് ആയി മാറുന്നത്. ആളുകൾ സംസാരിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, അങ്ങനെ. പിന്നെ ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ക്രിപ്റ്റീവാണ്, അത് ഹിസ്റ്റോറിക്കലാണ്, കമ്പാരിറ്റീവുമാണ്, അതൊരു എക്സ്പ്ലിസിറ്റ് സ്റ്റഡിയും കൂടിയാണ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലാംഗ്വേജിനെ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട്, ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുന്നുണ്ട്, ലാംഗ്വേജിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് പഠിക്കുന്നുമുണ്ട്. അതായത് ഒരു നല്ല ക്ലാരിറ്റിയോടുകൂടി പഠിക്കുന്നുമുണ്ട്. പിന്നെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഫോക്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. വേറെ ലാംഗ്വേജസുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് വർക്ക് ആവുന്നത്. പിന്നെ
നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോം ചോംസ്കി ആണ്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനൊരു 6 ലെവലാണുള്ളത്. അപ്പം ആദ്യത്തെ ലെവൽ ഇപ്പം നമ്മൾ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഫോണീം എന്ന് പറയുന്നത്. പിന്നീട് അടുത്തതെന്ന് പറയുന്നതാണ് മോർഫീം. നെക്സ്റ്റ് വൺ വേർഡ്, പിന്നെ സെൻറ്റൻസ്, അവസാനമാണ് എന്തെന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സ്പീച്ച് സൗണ്ടിനെ നമുക്ക് ഫെർദർ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ യൂണിറ്റ്സിനെ അതായത് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോണീമിൽ നിന്നാണ്. പിന്നീട് ഇതിനെ മോർഫീം എന്നുള്ളൊരു യൂണിറ്റിലോട്ട് പോവുകയാണ്. മോർഫീം എന്ന് വെച്ചാൽ കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള 2-3 ഫോണീമുകൾ ഉണ്ടാക്കുന്നതാണ് മോർഫീം എന്ന് പറയുന്നത്. മോർഫീമിൻ്റെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേർഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഡിസ്കോഴ്സ് ആണ്. അതായത് മൾട്ടിപ്പിൾ കണക്റ്റഡ് സെൻറ്റൻസസ് വരുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോർഫീംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സെൻറ്റൻസുകൾ ഉണ്ടാവുന്നത്. സെൻറ്റൻസുകളെല്ലാം കൂടി വരുമ്പോഴാണ് അത് ഒരു ടെക്സ്റ്റ് ആയിട്ട് മാറുന്നത്. ഇനി 6 ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഫോണറ്റിക്സ് ആണ് ആദ്യമേ. ഫോണറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുകളുണ്ടല്ലോ, ആ സൗണ്ടുകളെ മനസ്സിലാക്കി എടുക്കുക, അതിനെ എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനുള്ളൊരു പഠനമാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോണോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്പീച്ച് സൗണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ഫോണോളജി എന്ന് പറയുന്നത്. മോർഫോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സിൻ്റെ സ്റ്റഡിയാണ് മോർഫോളജി എന്ന് പറയാം. പിന്നെ സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസിനെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്, അതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിൻടാക്സിനെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സിമിയോളജി എന്ന് വെച്ചാൽ സയൻസിന്, അതായത് നമ്മൾ ഈ ഓരോ സിമ്പിൾസ് ഉണ്ടല്ലോ അതിനെയുള്ള, അല്ലെങ്കിൽ സയൻസ് ഉണ്ടല്ലോ SIGNS, അതിനെക്കുറിച്ചുള്ള പഠനമാണ് സിമിയോളജി എന്ന് പറയുന്നത്. പിന്നെ സിമാൻറ്റിക്സ് എന്ന് വെച്ചാൽ മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ് സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്. അത് ഗ്രീക്ക് വേർഡായിട്ടുള്ള സിമെയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രാഗ്മാറ്റിക്സ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്താണ്? ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കോഴ്സ് എന്നല്ലെങ്കിൽ അതിൻ്റെ പ്രാഗ്മാറ്റിക്സ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഗ്വേജിലുള്ള ലോങ്ങർ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോം ആൻഡ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്താണ്. ഇപ്പോൾ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള പ്രാഗ്മയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പ്രാഗ്മ എന്ന് വെച്ചാൽ ആക്ഷൻ എന്നാണ്. ഇത് കോയിൻ ചെയ്തത് അമേരിക്കൻ ഫിലോസഫർ ആയിട്ടുള്ള C.S. പിയേഴ്സ് ആണ്. അപ്പം അതായത് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ലാംഗ്വേജിൻ്റെ ആസ്പെക്ട്സിനെ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കരുത്, ഐസൊലേറ്റ് ചെയ്ത് പഠിക്കരുത്, എല്ലാത്തിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനെന്നാണ് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമ്പിൾസും അതിൻ്റെ യൂസും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഓക്കെ, പിന്നെ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ് പഠിക്കുന്നത്? ഈ ഒരു കോൺവെർസേഷൻ എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ സോഷ്യൽ വാല്യൂ എന്താണ്, നമ്മൾ പാലിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഡിസ്കോഴ്സ് അനാലിസിസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അതായത് ലാംഗ്വേജിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കോഴ്സിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കടന്നു വരുന്നത് ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അപ്പം ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജിനെ ഹിസ്റ്ററിയുടെ ബേസിസിൽ പഠിക്കുന്നു, അതാണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു കാലത്തിനനുസരിച്ച്, അതാണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നേച്ചർ ഓഫ് ലാംഗ്വേജും അതിൻ്റെ കോൺസിക്വൻസസ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ടൈം പീരീഡിനനുസരിച്ച് നമ്മൾ ലാംഗ്വേജിനെ പഠിക്കുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നത്, അപ്പം ആ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസിനകത്ത് വരുന്നതാണ് ഡയക്രോണിക് അല്ലെങ്കിൽ സിങ്ക്രോണിക് ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഫെർഡിനൻഡ് ഡി സെഷൂർ ആണ് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. സെഷൂർ എന്ന് പറഞ്ഞൊരു ലിംഗ്വിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന 2 ടേംസ് ആണ് ഡയക്രോണിക്കും സിങ്ക്രോണിക്കും. ഡയക്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിനെ നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനനുസരിച്ച് പഠിക്കുന്നു, അതാണ് ഡയക്രോണിക് എന്ന് പറയുന്നത്. സിങ്ക്രോണിക് എന്ന് വെച്ചാൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നു. ഇപ്പം 2024 എടുത്ത് വെച്ചിട്ട് നമ്മൾ ലാംഗ്വേജിനെ പഠിക്കുന്ന ആ ആസ്പെക്റ്റിനെയാണ്, അപ്രോച്ചിനെയാണ് സിങ്ക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡയക്രോണിക് എന്ന് വെച്ചാൽ 2014 തൊട്ട് 2024 വരെയൊരു പഠനം. അതായത് ഹിസ്റ്ററിയുടെ അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ലാംഗ്വേജിനെ പഠിക്കുന്നതാണ് ഡയക്രോണിക് അപ്രോച്ച് ഓഫ് സ്റ്റഡിയിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജും അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ഡയക്രോണിക് അപ്രോച്ചിനകത്ത് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതായത്
ലിംഗ്വിസ്റ്റിക്സിൽ നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ആ സ്റ്റഡിക്കകത്ത് ഒബ്സർവേഷൻ വരുന്നുണ്ട്, റെക്കോർഡിംഗ് വരുന്നുണ്ട്, ഡേറ്റ കളക്ഷൻ വരുന്നുണ്ട്, പിന്നെ തിയറീസ് ഒരുപാട് വരുന്നുണ്ട്, തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഒരു സ്പീക്കറിൻ്റെ അട്ടറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അങ്ങനെയാണ് ലാംഗ്വേജിനെ നമ്മൾ പഠിക്കുന്നത്. അപ്പം അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് മെത്തേഡ്സ്. അതിനെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് പഠിക്കുന്നു. അതാണ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ വന്ന് മലയാളം പഠിക്കുമെന്ന് വിചാരിച്ചോ, അയാൾ റൂൾസും ഗ്രാമറും എല്ലാം പഠിച്ച് അത് തിയറി എല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാൾ പ്രാക്ടീസ് ചെയ്തത് സംസാരിക്കാൻ അല്ലേ. അതാണ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അത് 1950s അത് വന്നത്. അപ്പം സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? സൈക്കോളജിയും ലാംഗ്വേജും തമ്മിലുള്ളൊരു ഇന്റർ റിലേഷൻഷിപ്പ്. അതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ലാംഗ്വേജും ഹ്യൂമൻ മൈൻഡും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഫീൽഡ് ഓഫ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഫസ്റ്റ് ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ അറ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്രാമർ അല്ലെങ്കിൽ സിൻടാക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, പിന്നെന്താണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ വേർഡ്സിനെ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ആഡ് ചെയ്ത് എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത്, പിന്നെന്താണ് ഈ വേർഡ്സിനെ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതായത് സൗണ്ടിൻ്റെയും ലെറ്ററിൻ്റെയും രൂപത്തിൽ കിടക്കുന്ന വേർഡ്സിനെ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, പിന്നെ വേർഡ്സിനെ എങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് സ്പീച്ച് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആംഗ്യങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിൽ അല്ലെങ്കിൽ ലാംഗ്വേജും സോഷ്യൽ സെറ്റിങ്ങിൽ, ലാംഗ്വേജ് എങ്ങനെയാണ് സോഷ്യൽ സെറ്റിങ്ങിൽ വർക്ക് ആവുന്നത്, ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ളൊരു ബന്ധമാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുള്ള സ്റ്റഡിയാണ്, റിലേഷൻഷിപ്പിനെയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, പിന്നെ അത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറിയിലാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് വന്നത്. അതായത് ലാംഗ്വേജിനെ ഡിഫറൻറ്റ് സോഷ്യൽ കോണ്ടെക്സ്റ്റുകളിൽ വെച്ച് പഠിക്കുന്നു. ഒരാളുടെ സോഷ്യൽ റിയാലിറ്റി അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ അപ്പം നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതായത് എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഫ്രം എ കൾച്ചറൽ പോയിന്റ് ഓഫ് വ്യൂ. ഹ്യൂമൻ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പഠിക്കുക, അതൊക്കെ. അപ്പം ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എങ്ങനെയാണ് എവല്യൂഷൻ ആയത് എലോങ് വിത്ത് ലാംഗ്വേജ്, അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് എലോങ് വിത്ത് അല്ലെങ്കിൽ ഫ്രം എ കൾച്ചറൽ പോയിന്റ് ഓഫ് വ്യൂ. ലാംഗ്വേജിൻ്റെ കൾച്ചറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഹ്യൂമൻ കൾച്ചറൽ പാറ്റേൺസും ബിലീവ്സുമായിട്ട് എങ്ങനെയാണ് ലാംഗ്വേജ്, പിന്നെ ലാംഗ്വേജിനെ നമുക്ക് പഠിക്കാം, അതിനെ എങ്ങനെ റിലേറ്റഡ് ആയി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ പറഞ്ഞു ഫെർഡിനൻഡ് ഡി സെഷൂർ എന്ന് പറഞ്ഞ സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലാംഗ്വേജിനെ ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് അദ്ദേഹമാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോണീംസ് ഉണ്ട്. ഫോണീംസ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സൗണ്ട് യൂണിറ്റുകളെയാണ് ഫോണീം എന്ന് പറയുന്നത്. പിന്നെ വേർഡ്സ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്, സെന്റൻസുകളുണ്ട് അല്ലേ. ഇതെല്ലാം കൂടെ ചേർന്നെയാണ് ഒരു ടെക്സ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പം ഫെർഡിനൻഡ് ഡി സെഷൂർ അദ്ദേഹത്തിന്റെ തന്നെ വർക്കായിട്ടുള്ള കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, അതൊരു പേപ്പറാണ്. അത് 1960 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതിനകത്ത് ഇദ്ദേഹം ലാംഗ്വേജിനെ കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ സെഷൂർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് സ്റ്റഡിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പം അടുത്തതെന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ലാംഗ്വേജ് ലേണിങ്ങിനുള്ളൊരു അപ്രോച്ചാണ്. അതായത് ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതിനെ പ്രിസ്ക്രൈബ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു റൂൾസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നു. അതായത് ഓരോ കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അതായത് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചിലൂടെ നമുക്ക് എങ്ങനെ ലാംഗ്വേജിനെ പഠിക്കാൻ സാധിക്കും, അതിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്, ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സയന്റിഫിക് അപ്രോച്ച് ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എങ്ങനെയാണ് ഒരു സിസ്റ്റം ഓഫ് സൈൻ ആയി മാറുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് വേരിയസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ എലിമെന്റ്സ് ഉണ്ട്, അങ്ങനെയാണ് അത് ലാംഗ്വേജ് ആയിട്ട് മാറുന്നത് അല്ലേ. ഫോണിയംസിൽ നിന്ന് തുടങ്ങിയാണ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ലാംഗ്വേജിലാണെങ്കിലും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ
അതിനകത്ത് ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉണ്ട് താനും. നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലിംഗ്വിസ്റ്റിക് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എനി ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ബേസിക് സിസ്റ്റം കാണുമെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് ഓരോ ലാംഗ്വേജിൻ്റെ ഗ്രാമറിനാണെങ്കിലും. അപ്പോൾ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമാൻറ്റിക്സിൻ്റെ, സിൻടാക്സിൻ്റെ, മോർഫോളജിയുടെ, ഫൊണോളജിയുടെ ഒക്കെ ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈൻ എന്താണ്, സിഗ്നിഫയർ എന്താണ്, സിഗ്നിഫൈഡ് എന്താണ്? ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സൈനുകളുടെ സിസ്റ്റത്തിനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പം ഒരു സൈൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂടി ചേരുന്നതാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുമ്പം ഇമേജ് അല്ലെങ്കിൽ കോൺസെപ്റ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് സൈൻ എന്ന് പറയുന്നത്. അതായത് സിഗ്നിഫയറിൻ്റെയും സിഗ്നിഫൈഡിൻ്റെയും കോമ്പിനേഷനാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റും സിഗ്നിഫയർ എന്ന് വെച്ചാൽ ഇമേജ് എന്നുമാണ്. ഇപ്പം നമ്മളൊരു മരം എന്ന് പറയുവാണ്, മരത്തിൻ്റെ ഇമേജ് നമ്മുടെ മൈൻഡിൽ തോന്നുന്നത് അത് സിഗ്നിഫയറും, അതിനെ ആ കോൺസെപ്റ്റ് നമ്മൾ റിയലായിട്ടൊരു മരം കാണുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു നമ്മൾ കാണുന്ന കാഴ്ചയാണ് സിഗ്നിഫൈഡ് എന്നും പറയുന്നത്. ഓക്കെ, ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് സൈൻ എന്ന് പറയുന്നത്. ഇനി സിൻടാഗ്മാറ്റിക് എന്താണ്, പാരഡിഗ്മാറ്റിക് എന്താണ്? അപ്പം സിൻടാഗ്മാറ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡയക്രോണിക്, സിൻക്രോണിക്, സൈൻ എന്താണ്, സിഗ്നിഫയർ എന്താണ്, സിഗ്നിഫൈഡ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഈ സിൻടാഗ്മാറ്റിക്കും പാരഡിഗ്മാറ്റിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മളൊരു സിൻടാഗ്മാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളെ അല്ലെങ്കിൽ വേർഡ്സിനെ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ യൂണിറ്റ്സിനെ നമ്മൾ ലീനിയറായിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ഒരേ ലെവലിൽ. അതിനെയാണ് സിൻടാഗ്മാറ്റിക് എന്ന് പറയുന്നത്. അതായത് വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പം ജ്യോതി ഈസ് എ ടീച്ചർ, ജ്യോതിയും ഈസും എയും ടീച്ചറും എന്നുള്ള വാക്കുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതാണ് സിൻടാഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പാരഡിഗ്മാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന് പകരം നമ്മൾ മറ്റൊരു വാക്കിനെ റീപ്ലേസ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ജ്യോതി ഈസ് എ ടീച്ചറിന് പകരം ജ്യോതിക്ക് പകരം ഞാൻ രാജ് ഈസ് എ ടീച്ചർ എന്ന് പറയുകയാണ്. അപ്പോൾ ജ്യോതിക്ക് പകരം ഞാൻ വേറൊരു വാക്കാണ് യൂസ് ചെയ്തത്. അതാണ് പാരഡിഗ്മാറ്റിക് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ഓഫ് ആൻ എലിമെന്റ് വിത്ത് അതർ എലിമെന്റ്സ്. അതായത് നമ്മൾ റീപ്ലേസ് ചെയ്താൽ, ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ റീപ്ലേസ് ചെയ്താൽ അതും മറ്റേ ബാക്കി വാക്കുകളുമായിട്ടുള്ള ബന്ധത്തിനെയാണ് നമ്മൾ പാരഡിഗ്മാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സിനെയാണ് സിൻടാഗ്മാറ്റിക് എന്ന് പറയുന്നത്. അത് ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിലായിരിക്കും. പാരഡിഗ്മാറ്റിക് എന്ന് വെച്ചാൽ ഒരു എലിമെന്റിന് നമ്മൾ മറ്റൊരു എലിമെന്റുമായിട്ട് റീപ്ലേസ് ചെയ്തു, പിന്നീട് ആ എലിമെന്റിന് ബാക്കിയുള്ള എലിമെന്റ്സുമായിട്ടുള്ള ബന്ധം, അതാണ് പാരഡിഗ്മാറ്റിക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ജ്യോതി ഈസ് എ ടീച്ചർ എന്ന് പറയാം, ജ്യോതി ഈസ് എ ഡാൻസർ എന്ന് പറയാം, ജ്യോതി ഈസ് എ സിംഗർ എന്ന് പറയാം, അല്ലേ? അവിടെ മീനിങ്ങിനും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ജ്യോതിയെ നമ്മൾ ടീച്ചറിന് മാറ്റി ഡാൻസർ എന്നാക്കുന്നു, ഡാൻസറിന് മാറ്റി സിംഗർ എന്നാക്കുന്നു. അതാണ് പാരഡിഗ്മാറ്റിക് എന്ന് പറയുന്നത്. സിൻടാഗ്മാറ്റിക് എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ജ്യോതി ഈസ് എ ടീച്ചർ. ആ ജ്യോതിയും ഈസും എയും ടീച്ചറും തമ്മിലുള്ള ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധമാണ് സിൻടാഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാങ്ങും പരോളും എന്താണ്? അപ്പം ലാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലാങ് എന്ന് പറയുന്നത്. അപ്പം ഗ്രാമർ, വൊക്കാബുലറി, സിൻടാക്സ്, അതൊക്കെയാണ് ലാങ് എന്ന് പറയുന്നത്. പരോൾ എന്ന് പറയുമ്പോൾ ഒരാൾ ആ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു അട്ടറൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് നോക്കാനുള്ളത് നോം ചോസ്കിയുടെ ഐഡിയ ഓഫ് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. ഈ ലാങ്ങും പരോളും പോലെ നമ്മൾ നോം ചോസ്കി എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റും കൂടി അദ്ദേഹം ഇതിന് പകരം വേറെ രണ്ട് കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലാങ് എന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിൻ്റെ റൂള്, പരോൾ എന്ന് വെച്ചാൽ ഒരാൾ സംസാരിക്കുന്നത്, അതാണ് പരോൾ എന്ന് പറയുന്നത്. അപ്പം അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലാങ്ങിനും പരോളിനും പകരം നോം ചോസ്കി കൊണ്ടുവന്ന ഐഡിയാസാണ് കോമ്പീറ്റൻസും പെർഫോമൻസും. നോം ചോസ്കി എന്ന് പറയുന്നത് മാസച്യൂസറ്റ്സിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു ലിംഗ്വിസ്റ്റാണ് അദ്ദേഹം ഒരുപാട് ലാംഗ്വേജ് ബേസ്ഡ് തിയറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്താണ് അദ്ദേഹം കോമ്പീറ്റൻസ് എന്താണ്, പെർഫോമൻസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോംസ്കി പറയുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും എബിലിറ്റി ഉണ്ട് സംസാരിക്കാനുള്ള. ദെയർഫോർ എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമണാലിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാട്ടിലും നല്ലത്, ഈ ഡിഫറൻസസിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് കോമണാലിറ്റീസ് എന്താണ് ഓരോ ലാംഗ്വേജസിൻ്റെയും അത് പഠിക്കുന്നതായിരിക്കും എളുപ്പം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞൊരു ഐഡിയ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എല്ലാ ഇൻഡിവിജ്വലിനും അവർ ഏത് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നതിന് റിഗാർഡ്ലെസ് ആയിട്ടും അവരുടെ ഉള്ളിൽ എന്താണ് ലാംഗ്വേജിനെ പഠിക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഇൻഹറൻ്റ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് കോമ്പീറ്റൻസ് എന്താണ്, പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോമ്പീറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലാങ് ആണ് കോമ്പീറ്റൻസ്. ഒരു ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു സ്പീക്കറിൻ്റെ അറിവ് എന്താണ്, ആ സിസ്റ്റം എന്താണെന്നും റൂൾസ് എന്താണെന്നും റെഗുലേഷൻ എന്താണെന്നും നോക്കുന്നതാണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്.
പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലാംഗ്വേജ് ഒരാൾ എങ്ങനെയാണ് അട്ടർ ചെയ്യുന്നത്, അയാൾ ആ ലാംഗ്വേജിനെ എങ്ങനെയാണ് പെർഫോം ചെയ്തെടുക്കുന്നത്, അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നോം ചോസ്കി തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള നോളജ് ഓഫ് ലാംഗ്വേജ് എന്നുള്ള ബുക്കിനകത്ത് ഈ കോമ്പീറ്റൻസിനെയും പെർഫോമൻസിനെയും പിന്നെയും റീപ്ലേസ് ചെയ്ത് ഇന്റേണലൈസ്ഡ് ലാംഗ്വേജ് എന്നും എക്സ്റ്റേണലൈസ്ഡ് ലാംഗ്വേജ് എന്നും പറഞ്ഞും അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അതാണ് ഐ ലാംഗ്വേജും ഇ ലാംഗ്വേജും കേട്ടോ. അതായത് ഈ കോമ്പീറ്റൻസ് എന്നുള്ളതും പെർഫോമൻസ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അദ്ദേഹം തന്നെ വേറെ 2 വാക്കുകൾ അദ്ദേഹം തന്നെ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇന്റേണലൈസ്ഡ് ലാംഗ്വേജും ഉണ്ട്, എക്സ്റ്റേണലൈസ്ഡ് ലാംഗ്വേജ് എന്നും ഉണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസ് എന്തൊക്കെയാണ്? എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് വെറൈറ്റീസ് ഉണ്ടാകുന്നത്? റേഷ്യൽ ഡിഫറൻസസിനെ ബേസ് ചെയ്തിട്ട്, മിക്സർ ഓഫ് റേസസ്, ഹൈ ക്ലാസ് പീപ്പിളിൻ്റെ ഒരു ലാംഗ്വേജ് ഫാഷൻ കാണും, ഈ ഡയലക്റ്റിക്കലായിട്ടുള്ള വേരിയേഷൻസ് കാണും. പിന്നെന്താണ്? എഫേർട്സ് മിനിമൈസ് ചെയ്യുമ്പോൾ ലാംഗ്വേജിൽ വരുന്ന മാറ്റങ്ങൾ, വേറെ ലാംഗ്വേജസുമായിട്ട് ഒരു ലാംഗ്വേജ് കോൺടാക്റ്റ് ആകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. ഈ അതിന് മുന്നേ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലക്റ്റ് എന്താണ്, രജിസ്റ്റർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ലാംഗ്വേജ് വെറൈറ്റീസ് ആണുള്ളത്, ഡയലക്റ്റും രജിസ്റ്ററും. ഡയലക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറയുന്ന ലാംഗ്വേജ് വെറൈറ്റിയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതിന് റീജിയണൽ ഡയലക്റ്റ് ഉണ്ട്. റീജിയണൽ ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ താമസിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ആ ലാംഗ്വേജിന് വേറെ വെറൈറ്റി ആയിരിക്കും. അതാണ് റീജിയണൽ ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലണ്ടിൽ തന്നെ അവർക്ക് ഓരോ സ്ഥലത്തും ഓരോ റീജിയണൽ ഡയലക്റ്റ് ഉണ്ട്. യോർക്ക്ഷയർ ഡയലക്റ്റ് ഉണ്ട്, ഡെർബി ഡയലക്റ്റ് ഉണ്ട്, കെൻഡിഷ് ഡയലക്റ്റ് ഉണ്ട്. പിന്നെ സോഷ്യോ ഡയലക്റ്റ് എന്ന് പറയുന്നതും കൂടി ഉണ്ട്. സോഷ്യോ ഡയലക്റ്റ് എന്ന് വെച്ചാൽ സോഷ്യൽ ഡിഫറൻസിനനുസരിച്ചുള്ള ഡയലക്റ്റ്. അതിനെ നമ്മൾ സോഷ്യോ ലെക്റ്റ് എന്നും പറയും. പിന്നെ അതിനകത്ത് തന്നെ വരുന്ന 2 കാറ്റഗറീസാണ് ക്ലാസ് ഡയലക്റ്റ് അല്ലെങ്കിൽ കാസ്റ്റ് ഡയലക്റ്റ്. ഈ സോഷ്യൽ ക്ലാസ്സിനനുസരിച്ച് ഡയലക്റ്റിൽ വ്യത്യാസം വരുന്നതാണ് ക്ലാസ് ഡയലക്റ്റ്. കാസ്റ്റിനനുസരിച്ച് ഭാഷ സംസാരിക്കുമ്പോൾ ഭാഷ ഡീൽ ചെയ്യുന്ന ആ ഒരു വെറൈറ്റിയാണ് കാസ്റ്റ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് നമ്പൂതിരി ഡയലക്റ്റ് എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ഡയലക്റ്റ് നമ്മുടെ കേരളം അവർ സംസാരിക്കുന്ന വേറൊരു സ്റ്റൈലിലാണ്. പിന്നെ ഈ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന അവരുടെ ക്ലാസ് ഡയലക്റ്റ് വേറെയാണ്. ഇനി ഡയലക്ടോളജി എന്ന് വെച്ചാൽ എന്താ? ഡയലക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഡയലക്ടോളജി എന്ന് പറയുന്നത്. ഐസോഗ്ലോസസ് എന്നുണ്ട്. ഐസോഗ്ലോസസ് എന്ന് വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് മാപ്പ് ഉണ്ട്. ആ ലാംഗ്വേജ് മാപ്പിൽ ഓരോ ബൗണ്ടറീസ് കാണും, ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിലും ഉള്ള ഓരോ ബൗണ്ടറീസ് കാണും. അതിനെക്കുറിച്ചുള്ള മാപ്പിനെ, ആ ലാംഗ്വേജ് മാപ്പിനെ അല്ലെങ്കിൽ ലാംഗ്വേജ് മാപ്പിലുള്ള വരകളെ അല്ലെങ്കിൽ ആ ബൗണ്ടറീസിനെയാണ് ഐസോഗ്ലോസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി രജിസ്റ്റർ എന്നുള്ള വാക്ക് എന്താണ്? രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ട്രേഡിന് വേണ്ടി, നമ്മൾ ജോലിക്ക് വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി അങ്ങനെയൊക്കെ ഓരോ ലാംഗ്വേജ് വേരിയേഷൻസ് വരും. അതിനെയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ട്രേഡിന് വേണ്ടി നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് നിൽക്കുവാണ്. അപ്പം നമുക്ക് ആ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ അവരുടെ ലാംഗ്വേജ് പഠിച്ച് അങ്ങനെ കുറേ വേർഡ്സ് ഫോം ചെയ്യും. അതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡയഗ്ലോസിയ. ഡയഗ്ലോസിയ എന്ന് വെച്ചാൽ ഒരേ ലാംഗ്വേജിന് തന്നെ ഉണ്ടാകുന്ന 2 വെറൈറ്റീസിനെയാണ് ഡയഗ്ലോസിയ എന്ന് പറയുന്നത്. ഹൈ വെറൈറ്റിയും ലോ വെറൈറ്റിയും. ഇപ്പം നമ്മൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ ഉള്ളൂ. ഹൈ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾ പൊളിറ്റിക്കൽ സ്പീച്ചിൽ, ഫോർമൽ സിറ്റുവേഷൻസിൽ, അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിലൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എൽ വെച്ചിട്ടാണ് നമ്മൾ ഹൈ വെറൈറ്റി ലാംഗ്വേജിനെ ഡിനോട്ട് ചെയ്യുന്നത്. ലോ വെറൈറ്റി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത്, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ലോ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടും മാറുന്ന ഒരു ലാംഗ്വേജിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിന് തന്നെ സ്റ്റാൻഡേർഡ് ഡയലക്ട്സ് ഉണ്ട്. അതായത് ചില ഡയലക്റ്റുകൾ അങ്ങ് ഡോമിനൻ്റ് ആയിട്ട് മാറും. അതായിരിക്കും സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുന്നതും മീഡിയയൊക്കെ പോപ്പുലറൈസ് ചെയ്യുന്നതും ആ ഒരു ഡയലക്റ്റ് ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജിൻ്റെ ഹയർ വേർഷൻ, അതാണ് സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇഡിയോലെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ സംസാരിക്കുന്ന അയാളുടെ ആ ഒരു ഡയലക്റ്റിക്കൽ വെറൈറ്റിയാണ് ഇഡിയോലെക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ പിഡ്ജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിഡ്ജിൻ അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബൈലിംഗ്വലിസം എന്താണെന്ന് അറിയിരിക്കുക. 2 ലാംഗ്വേജസ് അറിയാവുന്നവനെയാണ് ബൈലിംഗ്വലിസ്റ്റ് അല്ലെങ്കിൽ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ലാംഗ്വേജസ് അറിയാൻ പറ്റുന്നത്, അതായത് 3ൽ കൂടുതൽ ലാംഗ്വേജസ് അറിയാമെങ്കിൽ മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നു. പോളിഗ്ലോട്ട് എന്ന് വെച്ചാൽ ആരാണ്? ഒരാൾക്ക് സെവറൽ ലാംഗ്വേജസ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുവാണ്? പോളിഗ്ലോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.
ഇനി പിഡ്ജിൻ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എന്താണ്? പിഡ്ജിൻ ഇംഗ്ലീഷ് എന്നല്ലെങ്കിൽ പിഡ്ജിൻ എന്ന് വെച്ചാൽ എന്താണ്? പിഡ്ജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലാംഗ്വേജസിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പുതിയൊരു ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാണ് പിഡ്ജിൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ മലയാളം ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കലർത്തി ഉണ്ടാക്കുന്നതിനാണ് മംഗ്ലീഷ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മദ്രാസ് ഇംഗ്ലീഷ്, ബോംബെ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ്, അതാണ് മദ്രാസ് ഇംഗ്ലീഷ്. അതൊക്കെ എക്സാമ്പിൾ എന്തിനെയാണ്? പിഡ്ജിൻ്റെ എക്സാമ്പിളാണ്. ഇനി ക്രിയോൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ക്രിയോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ പിഡ്ജിൻ തന്നെയുണ്ട്. അതായത് ഈ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടല്ലോ ചില സ്പീക്കേഴ്സിൻ്റെ, അത് പിന്നീട് അങ്ങ് ഡോമിനൻ്റ് ആയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നമ്മളൊരു ചെറിയൊരു കാര്യത്തിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ്, കുറച്ച് വാക്കുകൾ പഠിക്കുകയാണ്. ആ വാക്കുകൾ പിന്നീട് നമ്മുടെ മദർ ടങ്ങിലോട്ടും കൂടി ഇൻസേർട്ടായി വരുന്നതിനെയാണ് ക്രിയോൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്രിയോൾ എന്ന് വെച്ചാൽ പിഡ്ജിൻ്റെ വേറൊരു ഫോമാണ് ക്രിയോൾ എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും, അത് പിന്നീട് ട്രേഡ് ലാംഗ്വേജ് ആയിട്ട് അങ്ങ് മാറിയും. അതാണ് ക്രിയോൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് എന്ന്, അതിനെയാണ് നമ്മൾ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അതിനെ RP എന്നാണ് നമ്മൾ ചുരുക്കി വിളിക്കുന്നത്. അപ്പം ഇത് കോയിൻ ചെയ്തതെന്ന് വെച്ചാൽ AJ Ellis എന്ന് പറഞ്ഞൊരു ലിംഗ്വിസ്റ്റാണ്. 1860s അത് കോയിൻ ചെയ്ത്. അപ്പോൾ RP നമുക്ക് ക്വീൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ BBC ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് വിളിക്കാം. അതായത് ഈ RP നമ്മൾ വേറെ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ആക്സെൻറ്റിലൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. വൊക്കാബുലറിയിലും ഗ്രാമറിലും പ്രശ്നമൊന്നുമില്ലെങ്കിലും ആക്സെൻറ്റിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താ പറയുക, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ്, അതായത് ഓക്സ്ഫോർഡിൻ്റെ അടുത്തും കേംബ്രിഡ്ജിൻ്റെ അടുത്തും നിന്നൊക്കെ താമസിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഒരു വെറൈറ്റി ഓഫ് ഇംഗ്ലീഷിനെ അങ്ങ് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്ത് ഡോമിനേറ്റിംഗ് ആയിട്ട് മാറ്റി. ആ ഒരു വെറൈറ്റി ഓഫ് ഇംഗ്ലീഷിനെയാണ് നമ്മൾ RP അല്ലെങ്കിൽ ക്വീൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ BBC ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ. അത് BBCയിലൊക്കെ ന്യൂസ് വായിക്കാൻ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ആക്സെൻ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.